ഇന്ന് ചെയ്യാൻ പോകുന്ന റെസിപ്പിയെ പറ്റി നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യമേ ഇല്ല. ഇന്ന് ചെയ്യാൻ പോകുന്ന റെസിപ്പി നോൺ വെജ് ആണ്. പക്ഷേ ചിക്കൻ അല്ല ഇന്ന് ചെയ്യാൻ പോകുന്നത് ഫിഷാണ്. ഫിഷ് ഒരു എന്നാ പറയുക, ഒരു നാടൻ വിഭവമല്ല, ഒരു കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു വിഭവമാണ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഒരു ഫിഷ് സ്റ്റൂ ആണ് ചെയ്യാൻ പോകുന്നത്. ഫിഷ് സ്റ്റൂ എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും ഏറ്റവും കൂടുതൽ ചിക്കൻ സ്റ്റൂ, മട്ടൺ സ്റ്റൂ, വെജിറ്റബിൾ സ്റ്റൂ ഇതെല്ലാം നമ്മൾ കഴിച്ച് നോക്കിയിട്ടുണ്ട്. പക്ഷെ ആരും ഫിഷ് സ്റ്റൂ കഴിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഇത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ പരീക്ഷണത്തിൻ്റെ വേറൊരു ഭാഗമായിട്ട് തന്നെ കൂട്ടിക്കോളൂ. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് വലിയ പ്രയാസങ്ങളൊന്നുമില്ല. നമ്മുടെ ഒരു ഫിഷ് മോളിയുടെയൊക്കെ കാറ്റഗറിയിൽ വരും. പക്ഷേ എന്നാൽ കുറച്ചൊരു ഡിഫറെൻ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ കുറച്ചൊരു ഡിഫറെൻ്റ് ആണ് താനും. എന്നാൽ ചേർക്കുന്ന കാര്യങ്ങളിൽ 1-2 കാര്യങ്ങൾ ഫിഷ് മോളിയെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇച്ചിരി മാറ്റമുണ്ട്. നമ്മൾ ആക്ച്വലി ഇവിടെ ഫിഷ് മോളി അധികം ചെയ്തില്ല അല്ലേ. ഒരു ദിവസം നമുക്ക് ഫിഷ് മോളി ഉണ്ടാക്കാം. നല്ല ചൂട് വെള്ളയപ്പവും ഫിഷ് മോളി എന്ന് പറയുന്ന ടേസ്റ്റ് ചില്ലറയാണോ. അപ്പോൾ ഫിഷ് മോളിയും ബീഫ് ഒലത്തും ഒക്കെ ഉണ്ടെങ്കിൽ എന്നാ ടേസ്റ്റ്, അതിനെപ്പറ്റി കൂടുതലൊന്നും പറയണ്ട. ഇപ്പം നമുക്ക് പറയാനുള്ള കാര്യം എന്നാന്ന് വെച്ചാൽ ഇന്ന് ചെയ്യാൻ പോകുന്ന ഫിഷ് സ്റ്റൂവിനെ കുറിച്ചാണ് പറയാനുള്ളത്. ഇതിന് വേണ്ടിയ കാര്യങ്ങൾ എന്നാന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ ഞാനിപ്പോൾ എടുത്തേക്കുന്ന ഒലീവ് ഓയിലാണ്. ഈ ഒലീവ് ഓയിൽ തന്നെ വേണം എന്നൊന്നുമില്ല, വെജിറ്റബിൾ ഓയിൽ ആയാലും മതി. പിന്നെ കുറച്ച് സവാള, പിന്നെ വേണ്ടിയത് ഒരു ഇച്ചിരി പച്ചമുളക്, ടൊമാറ്റോ, ക്യാപ്സിക്കം. ഇത് കുറച്ച് റെഡ് ഇപ്പം ഞാൻ കാണിച്ചേ. ഇനി വേണ്ടിയത് ഗ്രീൻ ആണ്. കുറച്ച് ടൊമാറ്റോ പേസ്റ്റ്, ഇച്ചിരി ഉപ്പ്, കുരുമുളക്, കുറച്ച് തേങ്ങാപ്പാൽ. ഈ മീൻ ശരിക്കും നെമ്മീനാണ് മേടിച്ചേക്കുന്നത്. ദശക്കട്ടിയുള്ള മീനാണ് ഏറ്റവും നല്ലത്. ഇച്ചിരി വെളുത്തുള്ളി. ഇതെല്ലാം പോയിട്ട് പിന്നെ വേണ്ടിയത് കുറച്ച് ഫ്രഷ് ക്രീമാണ് വേണ്ടിയത്. ഇത്രയും സാധനമാണ് നമുക്ക് ഈ ഒരു ഫിഷ് സ്റ്റൂവിന് ആവശ്യമുള്ളത്. ഇതിന് തന്നെ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 2 ഓപ്ഷൻ ഉണ്ട്. ഒന്ന് എന്നാന്ന് വെച്ചാൽ കറി ഡയറക്റ്റായിട്ട് നമുക്ക് ചെയ്യാം. അതല്ല ചില സമയത്തുണ്ടല്ലോ നമുക്ക് പറയാനൊക്കത്തില്ല, മീൻ ചിലപ്പോൾ പൊടിഞ്ഞു പോവേ. അപ്പോൾ പൊടിഞ്ഞു പോകുമ്പോഴത്തേക്ക് അതിനൊരു പ്രിക്വേഷനായിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം. മീനിനകത്തോട് ഒരു ഇച്ചിരി ഉപ്പും കുരുമുളകും കൂടി ഇട്ടേച്ച് ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റുമ്പോഴത്തേനുണ്ടല്ലോ അതിനൊരു ബലം കിട്ടും. അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഒരു ഇച്ചിരി ഉപ്പും ഇച്ചിരി കുരുമുളകും, അതൊരു ഇച്ചിരി എണ്ണ ഒഴിച്ചോട്ടെ. ഇനി ഈ മീന് നമ്മൾ ഇച്ചിരി ഉപ്പും കുരുമുളകും കൂടി ഇട്ട് പുരട്ടി വെക്കണം. ഇത് ആക്ച്വലി നമുക്ക് ഒരുപാട് നേരം പുരട്ടി വെക്കണം എന്നൊന്നുമില്ല. ഇതൊന്ന് പുരട്ടിയേച്ച് ഉപ്പും കുരുമുളകും ഒന്ന് പുരട്ടിയേച്ച് അപ്പം തന്നെ ഫ്രൈ ചെയ്യാം. ഇത് ശരിക്കും ആക്ച്വലി ഇങ്ങനെ പുരട്ടി കുറേ നേരം വെച്ച് വറുത്തെടുക്കണം അങ്ങനെ നിർബന്ധമേ ഇല്ല. ഞാനിപ്പോൾ ഈ പറഞ്ഞ പോലെ പൊടിഞ്ഞു പോകാതിരിക്കാനായിട്ട് നമ്മൾ ഇച്ചിരി ഒന്ന് സേഫ് സൈഡ് നോക്കുന്നതേ ഉള്ളേ. ഇതൊന്ന് ഇച്ചിരി ബ്രൗൺ ആയി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കാം. ഈ മീൻ അധികം വറുത്തെടുക്കാൻ അധികം സമയമൊന്നും എടുക്കുകയല്ല. ഒരു ഇച്ചിരി ബ്രൗൺ അയച്ചാൽ മതി. അതായത് നമ്മളിപ്പോൾ മീൻ സാധാരണ പച്ചമീൻ എടുക്കുവാണെങ്കിൽ അതിനൊരു സോഫ്റ്റ്നെസ് ഇല്ലേ, ആ സോഫ്റ്റ്നെസ് ഒന്ന് മാറി വെച്ച് ഈ എണ്ണയിലൊക്കെ ഇട്ട് മീനൊന്ന് വറക്കുന്ന സമയത്ത് ഒരു ഇച്ചിരി കട്ടിയാവുകയല്ലേ, അത്രയും മതി. ഇത് വറുത്തെടുക്കണമെന്ന് ഒരുപാട് നിർബന്ധമൊന്നുമില്ല. ഞാൻ പിന്നെയും പറയാം, ഡയറക്റ്റായിട്ട് നമ്മൾ ആ ഗ്രേവിയിലോട്ട് ഇട്ടാലും കുഴപ്പമില്ല. പക്ഷേ ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് ഡയറക്റ്റായിട്ട് ഗ്രേവിയിൽ ഇടാൻ പറ്റത്തില്ല. നമുക്ക് ഗ്രേവി ഉണ്ടാക്കി വെച്ചേ ഇത് മാറ്റാൻ പറ്റത്തുള്ളൂ. അതുവരെ ഇതൊന്ന് മൊരിയണം മീൻസ് ഒരുപാട് ഇങ്ങനെ നമ്മൾ മീൻ വറുക്കുന്ന പോലെ അങ്ങ് വറുത്തെടുക്കാനല്ല, ഒന്നൊരു ഷാലോ ഫ്രൈ ഒക്കെ ആവത്തില്ല അതുപോലെ. മീനിനൊരു ഉറപ്പ് കിട്ടിയേച്ചാൽ മതി. ഇത് കഴിയുന്നതും ദശക്കട്ടിയുള്ള മീനയിലാണ് ചെയ്യുന്നത്. ചെറിയ മീനയിലൊന്നും ചെയ്യാൻ ഒക്കത്തില്ല. കാര്യം എന്നാന്ന് വെച്ചാൽ അത് ഓരോ ഡിഷിനും ഓരോ ഇതില്ലേ, ഇന്ന കഷ്ണം മീൻ ഉപയോഗിച്ചാൽ നമ്മൾ ചെയ്യേണ്ടതെന്നൊക്കെ ഇല്ലേ എന്ന് പറഞ്ഞ കൂട്ടായത്. ഇനിയിപ്പോൾ അതല്ല, നമുക്ക് ഇനിയിപ്പോൾ ഇന്ന മീനെ കിട്ടിയുള്ളൂ എന്ന് വെച്ചാൽ അതൊക്കെ ചെയ്യാം. ഒന്നും ചെയ്യാതിരിക്കാനൊന്നും പറ്റാതെയൊന്നുമില്ല. ഞാൻ ഇത്രയും മാത്രമേ വറുത്തെടുത്തിട്ടുള്ളൂ. ആ ബ്രൗൺ കളർ മതി. ഇനിയിപ്പോൾ ഇതേ എണ്ണയിൽ കുറച്ച് എണ്ണ ബാക്കിയുണ്ടെങ്കിൽ അത് മതി. ഇതിപ്പോൾ ഒലീവ് ഓയിൽ ആയതുകൊണ്ടാണ് നമുക്ക് ഇത്രയും പുകയൊക്കെ വരുന്നത്. സാധാ ഓയിലാണെങ്കിൽ അങ്ങനെ വരികയില്ല. ഇനിയിപ്പോൾ എന്നാന്ന് വെച്ചാൽ ചൂടെണ്ണയിൽ തന്നെ ഞാൻ ഈ ഉള്ളി അങ്ങ് ഇടുക.
ശരിക്കും ഫിഷ് മോളിക്ക് ഈ ഫിഷ് സ്റ്റൂനൊക്കെ ഈ ഉള്ളി ഒന്നും അധികം അങ്ങോട്ട് വാടത്തില്ല. ഈ ഉള്ളി വഴറ്റുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ കുറച്ച് വെളുത്തുള്ളി, പച്ചമുളക് എരിവ് അനുസരിച്ച്, ഇഞ്ചി ശരിക്കും ഇതിന് വേണ്ട. നമ്മൾ നേരത്തെ വറുത്ത് മാറ്റിയ എണ്ണയുടെ ഒരു ഇച്ചിരി എണ്ണ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിനകത്തോട്ട് ഒരു ശക്കല എണ്ണയും കൂടെ ഒഴിക്കുക. എണ്ണമയം ഇല്ലയെന്ന് ചോദിച്ചാൽ ഉണ്ട്, പക്ഷെ എന്നാലും ഈ ഉള്ളി ഇച്ചിരി ഒന്ന് വാടാനും വേണ്ടിയിട്ടുള്ള എണ്ണ ഇച്ചിരി വേണ്ടായോ. ഇച്ചിരി ഒന്ന് വാടാനായിട്ട് ഞാൻ ആ ഉള്ളിയിൽ ഒരു ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കുക. നേരത്തെ ഞാൻ എന്നാ പറഞ്ഞ മീനയിൽ ഇച്ചിരി ഉപ്പും കുരുമുളകും ഇട്ട് വറുത്ത് വെച്ചിട്ടുണ്ട്. അതിലും ഉപ്പുണ്ട്. ഇപ്പോൾ ഉള്ളിയിലും ഇച്ചിരി ഇടുക. വാടിയാൽ മാത്രം മതി. എപ്പോഴും ഞാൻ പറയുന്ന പോലെ ഒരു ബ്രൗൺ കളറൊന്നും ആവണ്ട. ഒന്ന് അതിൻ്റെ ആ ഒരു ക്രിസ്പിനെസ്സും ഒരു റോ ടേസ്റ്റും ഇല്ലേ, അതൊന്ന് മാറിക്കഴിഞ്ഞ് വെച്ചാൽ നമുക്ക് അടുത്തത് ചേർക്കാം. നമുക്ക് ഈ ഉള്ളി ഇത്രയും വാടിയാൽ മതി, ഇതിലപ്പുറം വാടണ്ട. ഇതിനകത്തോട്ട് തീ ഒന്ന് ഇച്ചിരി കുറച്ച് വെച്ച് ഒരു ഇച്ചിരി, അതായത് ഒരു ക്യാപ്സിക്കം എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു 1/4 ഭാഗം മതിയാവും ഇത്രയത്തിന്. അതിൻ്റെ ഒരു കളർഫുൾ ആക്കാൻ വേണ്ടിയിട്ട് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ കൂടെ കുറച്ച് ടൊമാറ്റോ പേസ്റ്റ്, ഒരുപാട് വേണ്ട, കുറച്ച് മതി. നേരത്തെ കുറച്ച് ഉപ്പിട്ടായിരുന്നു. ഇനി ഒരു ഇച്ചിരി കുരുമുളക്. ഇനി നമ്മൾ ആ ടൊമാറ്റോ പേസ്റ്റ് ചേർത്തതിൻ്റെ ഒരു ഇച്ചിരി വെള്ളമുണ്ട് ഇതിനകത്ത്. ആ ഒരു വെള്ളം ഒന്ന് പറ്റണം. എരിവ് എന്ന് പറയുന്നത് നമ്മുടെ പച്ചമുളകിൻ്റെയും കുരുമുളകിൻ്റെയും എരിവ് മാത്രമേ ഉള്ളൂ. ഇപ്പം ഇതിനകത്ത് എല്ലാം നമ്മൾ ചേർത്ത്, ഉപ്പ്, പുളി, എരിവ് എല്ലാം ഉണ്ട്. ഇനി ഇതിനകത്തോട്ട് തേങ്ങാപ്പാൽ ഒഴിക്കാൻ പോവാം. നമുക്ക് ചാറ് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ അതനുസരിച്ച് വേണം നമ്മൾ തേങ്ങാപ്പാൽ ഒഴിക്കാൻ. കട്ടി തേങ്ങാപ്പാൽ 1-ാം തലപ്പാലും ലൈറ്റായിട്ട് 2-ാമത്തെ പാലും എടുക്കുക. അത് പോരാ, 1-ാം പാൽ നല്ലോണം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രഷ് ക്രീം നമ്മൾ ചേർക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് കൊഴുക്കാനും ഒക്കെ ആയിട്ട് അത് ധാരാളം മതിയാവും. പിന്നെ എരിവ് ഭയങ്കര സ്പൈസി ആയിട്ടുള്ള ഒരു ഡിഷ് അല്ല ഇത്. സ്റ്റൂ അല്ലേ, സ്റ്റൂ ആകുമ്പം നമുക്കറിയാം എത്ര സ്പൈസിനെസ് ഉണ്ടെന്നുള്ളത് അറിയാം. പിന്നെ ഏറ്റവും കൂടുതൽ കുരുമുളകിൻ്റെ ടേസ്റ്റാണ് മുന്നേ നിൽക്കുന്നത്. അത് നമ്മൾ കുറച്ച് തല്ലി ഇടുക എന്നേൽ അത് ഇച്ചിരി കടിക്കാനായിട്ട് കിട്ടും. ഇനി നമ്മൾ ഈ ചേർത്തേക്കുന്ന കംപ്ലീറ്റ് സാധനം നല്ലോണം ഒന്ന് തിളച്ച് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഈ വറുത്ത് വെച്ച മീനും കൂടി ഇടും. മീനിന് ഒത്തിരി വേവൊന്നുമില്ല, ഒരു ഇച്ചിരി മതി. അത് കഴിയുമ്പോഴത്തേക്ക് എന്നാ ചെയ്യണം, നമ്മൾ ഈ ഫ്രഷ് ക്രീമും കൂടെ ഒഴിച്ച് അതങ്ങ് തിളയ്ക്കാറാകുമ്പോഴത്തേക്ക് അങ്ങ് ഓഫ് ചെയ്തോ. ചിലപ്പം നമ്മൾ ഈ ഫ്രഷ് ക്രീം ഒഴിച്ച് വെച്ച് മീനും എല്ലാം കൂടെ കിടക്കുമ്പോഴത്തേക്ക് പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. പക്ഷേ മീനയിൽ ഇച്ചിരി ഫ്രഷ് ക്രീമൊക്കെ പിടിക്കുകയും വേണ്ടേ. അതുകൊണ്ട് ഒരു കാര്യം ചെയ്തോ, ഒരു 1/2 പോർഷൻ മീൻ ഇടുന്നതിന് മുമ്പ് നമ്മുടെ ഈ ഗ്രേവിയെ തന്നെ കുറച്ച് ഒഴിച്ചോ. ഫ്രഷ് ക്രീമിൻ്റെ ടേസ്റ്റ് ഒത്തിരി നല്ലതാണ്. ഇതിനകത്തോട്ട് നമ്മൾ ഈ വറുത്ത് വെച്ചേക്കുന്ന മീൻ ഇതിപ്പോൾ നല്ലോണം തിളച്ചതിന് ശേഷം ഒരു പാത്രമായിട്ട് അടച്ച് കുറച്ച് നേരം സിമ്മയിൽ വെച്ചേക്കുക. എന്തായാലും ഈ ചാറ് പിരിഞ്ഞു പോവുകയല്ല. കാര്യം എന്നാന്ന് വെച്ചാൽ ഈ തേങ്ങാപ്പാലൊക്കെ നമ്മൾ ചേർക്കുന്ന, ഇപ്പോൾ സപ്പോസ് നമുക്കൊരു സംശയം ഉണ്ടാവുമല്ലോ, ഇതെല്ലാം കൂടെ ചേർത്ത് ചിലപ്പോൾ പിരിഞ്ഞു പോകുമെന്ന്. പക്ഷെ പിരിഞ്ഞൊന്നും പോകത്തില്ല. അഥവാ നമ്മളിപ്പോൾ പിരിഞ്ഞു പോവുകയാന്നേ തന്നെയും ടെൻഷൻ ആക്കണ്ട. ഈ മീനൊന്ന് ഇച്ചിരി വെന്ത് അതിൻ്റെ കൂടെ അങ്ങ് ചേരുമ്പോഴത്തേക്ക് ഇച്ചിരി പിരിഞ്ഞു കിടന്നാലും നമ്മൾ ഈ ഫ്രഷ് ക്രീം അങ്ങോട്ട് ചേർക്കുമ്പോഴത്തേക്കും ഉണ്ടല്ലോ, ആ പിരിഞ്ഞതൊന്നും കാണുകയില്ല, അല്ലെങ്കിൽ തന്നെ അറിയത്തേ പോലും ഇല്ല, പിരിയത്തില്ല. അത് ഞാൻ ഫുൾ ഗ്യാരണ്ടി. അതുകൊണ്ട്
പിന്നെ അതിനെപ്പറ്റി ചിന്തിക്കേണ്ട കാര്യമില്ലല്ലോ. ഇനിയിപ്പോൾ ഇത് കുറച്ച് നേരം, അതായത് ഇപ്പോൾ ഈ സമയത്ത് ഉപ്പ്, എരിവ്, പുളി എല്ലാം നോക്കിക്കൊള്ളുക. ഇതിനൊക്കെ കുറവുണ്ടെന്ന് തോന്നുവാണെങ്കിൽ ഇനി ഈ കാണാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മളൊരു ഇച്ചിരി ടൊമാറ്റോ ചേർക്കുന്നത്. ഇതിൻ്റെ കൂടെ വഴന്ന് ചേരുവൊന്നും വേണ്ട. ആ പുളി ഒരു ഇച്ചിരി ഇറങ്ങിയേച്ചാൽ മാത്രം മതി, ടു മേക്ക് ഇറ്റ് മോർ കളർഫുൾ. അത്രേ ഉള്ളൂ. അതല്ല ടൊമാറ്റോയുടെ ടേസ്റ്റ് ഇഷ്ടമാണ്, അതിൻ്റെ ആ ഒരു ഗ്രേവിയുടെ ഇഷ്ടമാണെന്ന് തോന്നുവാണെങ്കിൽ കുറച്ചുകൂടെ ടൊമാറ്റോ നമ്മൾ നേരത്തെ വഴറ്റുന്നതിൻ്റെ കൂട്ടത്തിൽ ചേർക്കാം. ഇതിപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ പറയുവാണെങ്കിൽ ഈ ടൊമാറ്റോ ഇതിനകത്ത് ഇട്ട് മീനിൻ്റെ കൂടെ ഒന്ന് തിളയ്ക്കുന്നതാണ് നല്ലത്. അതിനകത്ത് ഉടഞ്ഞു പോകണ്ട, അതിനോട് ചേരണ്ട. ഇതാണ് ഇതിൻ്റെ ഫിഷ് സ്റ്റൂ എന്ന് പറയുന്ന ടേസ്റ്റ്. ഇതിനകത്ത് ഒന്നും ഇല്ലല്ലോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ചിന്തിക്കരുത്, നല്ല ടേസ്റ്റാണ്. കാരണം ഇച്ചിരി ഒരു നമ്മുടെ ചിക്കൻ സ്റ്റൂ ഒക്കെ ഇല്ലേ എന്ന് പറഞ്ഞ പോലെ ഇരിക്കും ഇതിൻ്റെ ടേസ്റ്റ്. ടു മേക്ക് ഇറ്റ് മോർ ടേസ്റ്റിയർ, നമ്മുടെ ആ മീൻ വറുത്തില്ലേ അതൊരു ഒലീവ് ഓയിൽ ഇച്ചിരി ഒഴിച്ച് ഇച്ചിരി ബട്ടറും കൂടെ ഒഴിച്ച് വറക്കുവാന്നേൽ കുറച്ചുകൂടെ നല്ല ടേസ്റ്റാണ്. പിന്നെ എല്ലാവരും എന്നെ വഴക്ക് പറയാനല്ലേ പിന്നെയും ഫാറ്റ് ഫുഡ്സ് ഉണ്ടാക്കുകയെന്നും പറഞ്ഞു. അതുകൊണ്ട് കൂടുതൽ വഴക്ക് കേൾക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് ഒലീവ് ഓയിലിൽ മാത്രം നിർത്തിയേ. ബട്ടർ ഇടുവാണെങ്കിൽ കുറച്ചുകൂടെ നല്ല. പിന്നെ ഒരു ടിപ്പും കൂടെ ഞാൻ തരാം. ഇത് നമ്മൾ വാങ്ങാൻ സമയത്ത് നമ്മൾ ഈ ഫ്രഷ് ക്രീമും കൂടെ എല്ലാം ഒഴിച്ചെടുക്കുന്ന സമയത്ത് ഒരു ശകലം നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു ചിക്കൻ്റെ ഫ്ലേവർ അല്ലെങ്കിൽ ആ ചിക്കൻ സ്റ്റൂവിൻ്റെ ഒക്കെ ഒരു ഫ്ലേവർ കുറച്ചുകൂടെ വരും. ഇതിനകത്ത് നമ്മൾ മസാലാസ് ഒന്നും ഇടുന്നില്ല. വേണമെന്ന് തോന്നുകയാണെങ്കിൽ ഒരു കഷ്ണം പട്ടയും 2 ഏലക്കായും വേണമെങ്കിൽ മാത്രം ഇട്ടേക്കുക, ഇഫ് യു വോണ്ട് എനി സ്പൈസസ്. അല്ലാതെ ഒന്നും ചേർക്കാനില്ല. കുരുമുളകാണ് എൻ്റെ ഏറ്റവും മുന്നിട്ട് നിൽക്കുന്ന സ്പൈസ് എന്ന് പറയുന്നത്, വേറെ ഒന്നുമില്ല. ഈ ചിലർക്ക് ഇതിനകത്ത് ഇച്ചിരി മഞ്ഞൾപ്പൊടി ചേർക്കും. മഞ്ഞൾപ്പൊടി ചേർക്കുമ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ ഫിഷ് മോളിയുടെ കാറ്റഗറിയിലേക്ക് പോകും. ആ ഫാമിലി ആണോ എന്ന് ചോദിച്ചാൽ ഓൾമോസ്റ്റ് ആണ്. സ്റ്റൂ ആണോ എന്ന് ചോദിച്ചാൽ സ്റ്റൂവിൻ്റെ ഫാമിലിയിലും പെടുത്താം. ഇതൊക്കെ നമ്മുടെ ഓരോ പരീക്ഷണമാണ്. പക്ഷേ നല്ലതായതുകൊണ്ട് മാത്രമേ എൻ്റെ പ്രേക്ഷകരുടെ മുമ്പിൽ ഞാൻ കൊണ്ടുവരുള്ളൂ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം.